Hi, today we are making a beautiful crochet tote bag. So ഇത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ടോട്ട് ബാഗാണ്. ബിഗിനേഴ്സിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. സോ ഇതിൻ്റെ പാറ്റേൺ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന യാന് ആക്രിലിക് യാനാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് യാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഫൈൻ സൈൻസ് ആണ് എടുത്തിരിക്കുന്നത്, അതാണ് എൻ്റെ കയ്യിലുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹൂക്ക് 4mm ഹൂക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് യാൻ നീഡിൽ, പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സും, പിന്നെ ഒരു സിസേഴ്സും. ഇത്രയാണ് മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇടുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ സ്ലിപ്പ് നോട്ട് ഇടാൻ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ഉള്ളവർക്ക് എൻ്റെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക. അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് ചെയിൻ, ഞാൻ ചെയ്യുന്നത് 31 ചെയിനാണ്. സോ നമ്മൾ 31 ചെയിൻ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഇത് നമ്മൾ ടിൽ എൻഡ് വരെ അല്ല, നമ്മൾ 28 ചെയിനിലാണ് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതായത് ഫൈനൽ ഒരു ചെയിൻ
സോ റൗണ്ട് 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വൈഡ് ബേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് 3 എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. സോ എൻ്റെ യാൺ കുറച്ച് തിന്നായതുകൊണ്ട് എനിക്ക് 1 മോർ റൗണ്ട് കുറച്ചും കൂടെ സൈസ് ബിഗർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ റൗണ്ട് 3 എഗെയിൻ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് വേണ ബേസ് ഒരു റൗണ്ട് 3 ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ റൗണ്ട് 3 നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പാറ്റേണിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് നോക്കി എഗെയിൻ റൗണ്ട് 3 ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. സോ എൻ്റെ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എനിക്ക് അത്യാവശ്യം കുറച്ച് സൈസിൽ റൗണ്ട് 3 എഗെയിൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ വരുന്ന മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ആണ്. സോ എനിക്ക് വേണ്ട 26 ആയിരുന്നു. സോ അതുകൊണ്ടാണ് റിപ്പീറ്റ് ഞാൻ റൗണ്ട് 3 ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണം എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ചെയ്ത് ഇത് ഇനിയും വൈഡ് ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കുക, കർവ് സൈഡ് വരുമ്പോൾ ഇൻക്രീസ് ഡിക്രീസ് ചെയ്യുക. സെയിം റൗണ്ട് 3 തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് മൂവ് ആവാം. റൗണ്ട് 5 to 25 വരെ നിങ്ങൾക്ക് ചെയിൻ 2 ചെയ്തിട്ട് ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതായത് കർവ് സൈഡിലും ഫുൾ നിങ്ങൾ നോർമൽ 1 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹൈറ്റ് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യാം. എനിക്ക് 24 സെൻറ്റിമീറ്റർ ആണ് ബോഡി മെഷർമെൻറ്റ്. അതായത് ബാഗിൻ്റെ ഹൈറ്റ് വരുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. സോ ഇനി നമുക്ക് യാൺ കട്ട് ചെയ്ത് ചെയിൻ 1 ചെയ്ത് ജസ്റ്റ് യാൺ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ട്രാപ്സ് ചെയ്യണം. സ്ട്രാപ്സ് ചെയ്യാനായിട്ട് അതായത് എഡ്ജിൽ നിന്ന് ഞാൻ 13th സ്റ്റിച്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആ മിഡിൽ കാണുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ ആ എഡ്ജിൽ, അത് സ്കിപ്പ് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. സോ അത് സ്കിപ്പ് ചെയ്ത് കൗണ്ട് ചെയ്ത് 13th വരുന്ന സ്റ്റിച്ചിൽ ഞാൻ സ്റ്റിച്ച് മാർക്ക് വെച്ച് മാർക്ക് ചെയ്തു. സെയിം തന്നെ അപ്പുറത്തെ സൈഡും ഓപ്പോസിറ്റ് സൈഡും സെയിം നമുക്ക്. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 27 സ്റ്റിച്ചസ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, കൗണ്ട് ചെയ്തൊന്നുകൂടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. ഇത് തന്നെ നമുക്ക് സെയിം റിപ്പീറ്റ് അതർ സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് മാർക്ക് ചെയ്യുക 30th സ്റ്റിച്ചിൽ. ഇനി നമുക്ക് സ്ട്രാപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് യാൺ അറ്റാച്ച് ചെയ്യുക.
30th സ്റ്റിച്ച് മാർക്ക് ചെയ്ത സ്പേസിലാണ് നമ്മൾ യാൺ അറ്റാച്ച് ചെയ്തത്. എന്നിട്ട് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം, ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതായത് ഇനി നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയിൻ 2 ചെയ്ത സ്പേസിൽ തന്നെ ചെയ്യാം. അതായത് നമ്മൾ ചെയിൻ 2 ഒരിക്കലും നമ്മൾ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ അതായത് നെക്സ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ മാർക്ക് ചെയ്തത് വരെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതുവരെ ചെയ്യാവുള്ളൂ. സോ ടോട്ടൽ നമ്മൾ 27 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റിച്ച് മാർക്ക് ചെയ്ത വരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി റോ 2 തൊട്ട് റോ 11 വരെ നമ്മൾ ചെയിൻ 2 ചെയ്ത് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാണ്. ഡബിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് yarn over ആൻഡ് ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ടു ദ ഫസ്റ്റ് സ്റ്റിച്ച്. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് പുൾ ത്രൂ 2 ലൂപ്സ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് yarn ഓവർ ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് yarn ഓവർ ചെയ്തിട്ട് ലൂപ്പ് പുള്ള് ചെയ്ത്, ഇപ്പോൾ 3 ലൂപ്സ് ഇല്ലേ ഇപ്പോൾ, അതിൽ നമ്മൾ ഫസ്റ്റ് ലൂപ്സിൽ പുള്ള് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗെയിൻ yarn ഓവർ ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് സ്പേസ്. അതായത് നെക്സ്റ്റ് കാണുന്ന സ്പേസിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് yarn ഓവർ പുള്ളപ്പ് ലൂപ്പ്. ഇനി നമുക്ക് 4 ലൂപ്സ് ഉണ്ട്. അതിൽ 2 ലൂപ്സ് ഫസ്റ്റ് പുള്ള് ചെയ്തെടുക്കാം. ദെൻ ഫൈനലി 3 ലൂപ്സ് പുള്ള് ചെയ്തെടുക്കാം. സോ ഇതാണ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റും എൻഡുമാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിക്രീസ് ചെയ്തതിൽ ഒന്ന് സ്റ്റിച്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് 2 സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന വരെ നമുക്ക് നോർമൽ ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. സോ ഫൈനലി നമുക്ക് 2 സ്റ്റിച്ച് ഉണ്ട്, അതിൽ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് yarn ഓവർ ചെയ്ത് ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദ ഫസ്റ്റ് സ്റ്റിച്ച്. Again insert the hook into the last stitch. First yarn over, pull 2 loops, then yarn over 3 loops together. So നമ്മൾ ഡിക്രീസ് ചെയ്തു ലാസ്റ്റും. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യാം. ഇനി ഡിക്രീസ് ചെയ്യുക. സോ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും ആണ്. ഇത് നമ്മൾ 80 റോസ് ചെയ്യുക. സോ നമ്മൾ ഡിക്രീസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റോയിൽ ചെയ്യേണ്ടത് റോ 12 to 18 ചെയ്യേണ്ടത് ചെയിൻ 2 ചെയ്യുക. എന്നിട്ട് വർക്ക് ടേൺ ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതായത് 7 സ്റ്റിച്ച് കാണും നിങ്ങൾക്ക് ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ. ആ 7 സ്റ്റിച്ചിൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്യാം.
സോ നമ്മൾ റോ 18 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രാപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രാപ്പ് അറൗണ്ട് നമുക്കൊരു 23 ലെങ്ത് ഉണ്ടായിരിക്കും, സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക സ്ട്രാപ്പ് ചെയ്തതിന് ശേഷം. സോ 23 ആയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈ ലാസ്റ്റ് റോ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡ് സ്ട്രാപ്പും നമ്മൾ സെയിം റോ 1 to 18 വരെ കണ്ടിന്യൂ ചെയ്യുക നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന്. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് സൈഡ്സും. സോ നമുക്ക് ഇൻസൈഡ് പുറത്തോട്ട് കൊണ്ടുവരിക. അതിന് ശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്യണം. ബോത്ത് സൈഡ്സും നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതിന് നമ്മുടെ യാണ് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡ്സിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 7 സ്റ്റിച്ചും മിസ്സാവാതെ ജോയിൻ ചെയ്യുക സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട്. സോ ഞാൻ ജോയിൻ ചെയ്തു, എന്നിട്ട് ചെയിൻ 1 ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി സെക്യൂർ ആവാൻ. ഇനി നമുക്ക് ഈ യാൺസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് നീഡിൽസ് യൂസ് ചെയ്യാം. ഈ നീഡിൽസ് യൂസ് ചെയ്തിട്ട് ഒന്ന് യാൺസൊക്കെ സെക്യൂർ ചെയ്യാം. സോ നമ്മൾ ഇൻസൈഡും പുറത്ത് കൊണ്ടുവന്നു, റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പം നമ്മുടെ ബാഗ് ഫിനിഷ് ആയിട്ടുണ്ട്. അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ടോട്ട് ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തിട്ട്, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക സൈസ് അനുസരിച്ചിട്ട് മെഷർമെൻറ്റ് ഡിഫറൻസ് വരും. സോ അതെപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിച്ച് മാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. സോ ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു അടിപൊളി പ്രോജക്റ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.